കേരളത്തിലെ പുതിയ തരംഗമായി യുവാക്കൾക്കിടയിലേക്ക് കൃത്യമായിട്ടുള്ള അംബേദ്കറേറ്റ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേടൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ കടന്നു വരികയാണ്, റാപ്പർ കടന്നു വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുവരെ പരിചിതമല്ലാത്ത ഒരു ഗാനശാഖയാണ് അദ്ദേഹം പരിചയപ്പെടുന്നത്. പിണറായിയുടെ 9ാം വർഷത്തെ ഈ ഭരണകാലത്ത് കേരളമാകമാനം ലഹരിയുടെ പിടിയിൽ അകപ്പെടുകയും ഈ നാട്ടിലെ വീടുകളിലെ സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ പോലും വിദ്യാർത്ഥികളും കുട്ടികളും ഒക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെടുകയും സഹോദരിമാരെ അമ്മമാരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക്, മകൻ അമ്മയെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക്, കൂടപ്പിറപ്പുകളെ സഹോദരൻ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ലഹരിയുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു നീരാളിപ്പിടുത്തം ഈ സമൂഹത്തിലുണ്ടാവുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കൽ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്ക് ചില സെലിബ്രിറ്റികളുടെ പിന്നാലെ പോവുകയും അതിന്റെ ഭാഗമായിട്ട് വേടനെ പോലുള്ള സെലിബ്രിറ്റികൾ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു കേസ് വരികയും അദ്ദേഹം അറസ്റ്റിലാക്കപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ അറസ്റ്റിലാക്കപ്പെട്ടപ്പോ അത് അറസ്റ്റ് ചെയ്തത് തെറ്റാണ് എന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു നിലപാടും നമ്മളെ സംബന്ധിച്ചിടത്തില്ല. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതിന്റെ അളവ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാവുന്ന രീതിയിലാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പോലീസ് അവിടെ ഇഷ്ടനീതി ഇത്തരത്തിലുള്ള ഒട്ടനവധി കേസുകളിൽ മറ്റു പലർക്കും ജാമ്യം ലഭിക്കുമ്പോൾ വേടനെ പോലുള്ള ഒരാൾക്ക് നീതി നിഷേധിക്കുന്ന രീതിയിലേക്ക് മറ്റ് കേസുകൾ അദ്ദേഹത്തിന്റെ തലയിൽ ചാർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ദൃശ്യമാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വേടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അദ്ദേഹം പുലിനഖം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പാർലമെന്റിൽ ഇരിക്കുന്ന MP സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ പുലിനഖമുള്ള മാലയുമായി സമൂഹ മധ്യത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചകളൊക്കെ മാധ്യമങ്ങളിലൂടെ വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലും ഇരട്ട നീതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഈ പിണറായി വിജയന്റെ 2ാം ഊഴത്തിലും ഉണ്ടാകുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രിയങ്കരനായിട്ടുള്ള മണ്ണറിഞ്ഞു പോയ ഈ രാജ്യത്തിന് വേണ്ടി ചിതറിത്തെറിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രധാനമന്ത്രിയെ ഓർക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന സനാതനികൾ സനാതന മൂല്യവും അത് വളരെ പവിത്രമായ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സനാതന മൂല്യം മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള ഇരട്ട നീതി, മനുഷ്യരുടെ അന്തസ്സിന് നിരക്കാത്ത രീതിയിലേക്കുള്ള ചില സാമൂഹിക സാഹചര്യങ്ങളൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന, സാമൂഹികവും സാമ്പത്തികവുമായി ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന, വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കാവസ്ഥ നേരിടുന്ന ജോലികളിൽ ഇന്ന് നമ്മൾ BJPയുടെ നേതാവുണ്ടല്ലോ ശശികല ടീച്ചറുടെ ഒരു പ്രസ്താവന ഞാൻ വീഡിയോയിൽ കാണുകയുണ്ട്. വേടന്റെ പാട്ട് അത് വേടൻ പാടേണ്ട പാട്ടല്ല, പട്ടികജാതിക്കാരന്റെ സംഗീതമല്ല റാപ്പ് മ്യൂസിക് എന്നാണ് ഇന്ന് കണ്ടത്. പട്ടികജാതിക്കാരന്റെ തനതായിട്ടുള്ള ചില കലാരൂപങ്ങളുണ്ട്, ആ കലാരൂപങ്ങൾ അവർ ചെയ്താൽ മതി എന്നാണ് ശശികല ടീച്ചർ എന്ന് പറഞ്ഞത്. ഇത് പാരമ്പര്യമായിട്ട് ഓരോ വിഭാഗങ്ങളും അനുഷ്ഠിച്ചു വരുന്ന അല്ലെങ്കിൽ അവര് പരിശീലിച്ചു വരുന്ന കലാരൂപങ്ങൾ മാത്രം പരിശീലിച്ചാൽ മതി എന്നും ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവരുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിച്ചാൽ മതി എന്നും പറയുന്ന മനോവാദത്തിന് അനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയമാണ് ശശികല ടീച്ചർ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു സാമൂഹിക ഘടന സമൂഹത്തെ സ്വാധീനിക്കുന്ന രീതിയിലേക്കുള്ള ജോലികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഇന്ത്യയിലെ സമൂഹത്തിന്റെ മൂല്യബോധത്തിന് സാരമായിട്ടുള്ള കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കുഴപ്പത്തിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള മരുന്നും മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പട്ടികജാതി പട്ടികവർഗം എന്ന രീതിയിലേക്കുള്ള ഒരു വിഭാഗത്തെ നമ്മൾ ഇതിലേക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും അത്തരത്തിൽ സാമൂഹികമായി പിന്നോക്ക അവസ്ഥ നേരിടുന്ന ജനങ്ങളുടെ രക്ഷകനായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് BR അംബേദ്കറെയാണ്. BR അംബേദ്കറും വേഴ്സസ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കോൺഗ്രസ്സുകാർ പോലും BR അംബേദ്കറെ കൃത്യമായിട്ട് പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് പല ഡിബേറ്റുകളും നമ്മൾ കണ്ടത്. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൃത്യമായി ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് പുരോഗമനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പല നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടതെന്ന് നമ്മൾ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്നു.
അത് അംബേദ്കറുടെ ആ കാലഘട്ടത്തിലെ ശക്തമായ സ്വാധീനം കൊണ്ടാണ് നമുക്കത് കാണാതെ പോയത്. പക്ഷേ അംബേദ്കറുടെ കാലഘട്ടത്തിന് ശേഷം പ്രിയങ്കരനായിട്ടുള്ള രാജീവ് ഗാന്ധി വരുമ്പോൾ ആ രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിൽ ഏറ്റവും ഐതിഹാസികമായിട്ടുള്ള ഒരു നിയമം മുന്നോട്ട് വെക്കുന്നത്. അത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമമാണ്.